ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് കാടമുട്ട റോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാടമുട്ട ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കാടമുട്ട റോസ്റ്റാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ കാടമുട്ട റോസ്റ്റാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് സവാള നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇടുവാണെങ്കിൽ ഒരു ഉപകാരമുള്ള സവാള അടി പിടിക്കുകയില്ല, അതുപോലെ പെട്ടെന്ന് വാടുകയും ചെയ്യും. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി പച്ചമുളക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറു വെളുത്തുള്ളി ഇതുപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഞാൻ ചോപ്പ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണ്, ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പെറുക്കിയെടുത്ത് കളയില്ലേ, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടുകയും ചെയ്യും, നമ്മളിത് കഴിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതെല്ലാം കൂടെ ഒന്നിച്ചാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ചെറിയ കഷ്ണമായിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില നോക്കിയേ, വളരെ ചെറിയ കഷ്ണമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തായാലും കഴിക്കും. പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇതങ്ങനെ നന്നായിട്ട് ക്രഷ്ഡായിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഉള്ളി ഏകദേശം ഉണ്ടോ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കൂടെ സെറ്റ് ആവാനുണ്ട്. കാടമുട്ട ഇതേ ഇത്രയും കാടമുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അതിവിടെ പുഴുങ്ങിയിട്ടുമുണ്ട്. ഇനി ഒന്ന് ചൂടാറണം. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഏകദേശം ഒരു സവാള നന്നായിട്ടൊന്ന് മൂക്കായി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഫ്ലേവറൊക്കെ വരും. കാരണം ഇഞ്ചി എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ഫ്ലേവറാണ്. നമ്മൾ തക്കാളി ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൂത്ത് തന്നതിന് ശേഷമാണ്, മസാലയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇതിടുക. അപ്പം നമ്മൾ ആദ്യം സവാള ഒന്ന് ഒതുക്കി മാറ്റി വയ്ക്കുക. അതിനകത്തേക്ക് നമ്മളൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്നൊരു ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പൊടി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി മുളക് ചേർത്തതുകൊണ്ട്, പച്ചമുളക് ചേർത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല പൗഡർ, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയായാലും മതി. അതാണ് കുറച്ചും കൂടെ സ്മെല്ലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നമുക്ക്. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. നല്ല സെറ്റ് മസാലയായി. അപ്പം ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ജസ്റ്റ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കാടമുട്ടയുടെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയാം. അപ്പോൾ നമ്മുടെ അടിപൊളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മളിതാ കാടമുട്ട ഇട്ട് കൊടുക്കുകയാണ്. ആകെ കുറച്ച് കാടമുട്ടയുള്ളൂ അല്ലേ, സാരമില്ല. ഞങ്ങൾക്ക് ഇവിടെ ചെമ്മീനുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. കണ്ടോ, അടിപൊളി മസാല വിത്ത് കാടമുട്ട. പക്ഷെ കാടമുട്ട കുറഞ്ഞു പോയി. പക്ഷെ ഞങ്ങളത് മാനേജ് ചെയ്യും. എങ്ങനെയാണെന്ന് കാണണം നമുക്ക്. ഈ മുട്ട എല്ലാം തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്തോട്ട് ഇവനെ ഞങ്ങളുടെ സെറ്റ് ചെയ്യും. അത് പൂവാലൻ ചെമ്മീനാണ്. കണ്ടോ, എൻ്റെ വാല് കണ്ടോ, നല്ല രസമില്ല കാണാൻ. അങ്ങനെയല്ല, പൂവാലൻ ചെമ്മീൻ ഇതിന് പറയണം കേട്ടോ. ഇതേ കണ്ടോ. അപ്പോൾ അടിപൊളി കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ബൈ ബൈ.